ഹലോ മൈ ഡിയർ. അപ്പോൾ ദേ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പേരാണ് ആപ്പിൾ ചാമ്പാന്ന് കേട്ടോ. അതിന് വേറെ കുറേ വിളിപ്പേരുകളുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇതിനെ പറയണത് ആപ്പിൾ ചാമ്പാന്നാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിലിവിടെ നട്ടിട്ട് 1.5 കൊല്ലത്തോളമായി. ഇതിപ്പോഴാണ് കായ്ച്ചതൊന്ന് കേട്ടോ. സംഭവം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കൊലകളായിട്ട് കണ്ട എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് മുഴുവനായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊന്ന് പഴുപ്പ് വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് പഴുത്ത് വന്നപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അതൊന്ന് കവർ വെച്ചിട്ട് കെട്ടിയിടണമായിരുന്നു. നമ്മളത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായിട്ടിത് കായ്ച്ചിട്ട് ആദ്യമായിട്ടിത് കഴിക്കാൻ ഭാഗ്യം ഉണ്ടായത് നമ്മുടെ വവ്വാലുകൾക്കാണ് കേട്ടോ. കുറേ വവ്വാലുകൾ കഴിച്ച് പോയി. പിന്നെ ഇതാണ് നമ്മുടെ ആപ്പിൾ ചാമ്പ. നന്നായിട്ട് പഴുത്തതിന് ശേഷമുള്ളതാണ് ഇത് കേട്ടോ. കണ്ടോ എന്ത് രസാലേ കാണാൻ തന്നെ. നമ്മുടെ തക്കാളിയൊക്കെ ഇല്ലേ, നമ്മുടെ നല്ല പഴുത്ത തക്കാളി, അത് കണക്കിനാണ് ഇതിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. കഴിച്ച് കഴിഞ്ഞാലോ അപാര ടേസ്റ്റുമാണ്. എനിക്കറിയില്ല അത് എന്താ പറയുക, ഇങ്ങനെ എൻ്റെ ടേസ്റ്റിനെ പറയണ്ടതെന്ന് അറിയില്ല. കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് കഴിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ സാധാ ചാമ്പയ്ക്ക പോലെയല്ല. നമ്മുടെ സാധാ ചാമ്പയ്ക്കനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വലിപ്പം കണ്ടില്ലേ, നമ്മുടെ സാധാ ചാമ്പയ്ക്കനെക്കാട്ടിലും വലിപ്പം ഉണ്ട് ഇതിന്. പിന്നെ ഇതിനകത്ത് കുരു ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു മധുരിപ്പാണ്. പക്ഷേ എന്നാൽ ഓവർ മധുരമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മധുരമാണ് കേട്ടോ. വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.